ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല കുറുകിയ ചാറൊക്കെ ആയിട്ടുള്ളൊരു കറിയാണിത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഈ കറിക്ക്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ 2 സവാള നല്ല നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള സവാളയാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഇതേപോലെ ഒരു കഷ്ണം ഇഞ്ചിയാണ്. അത് നമുക്ക് നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ കറിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു മസാല ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ഞാൻ കുറച്ച് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാനിലേക്ക് നമുക്കൊരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ മുഴുവൻ ഇഞ്ചി ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞ് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അവസാനം കറിയിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വഴഞ്ഞിടാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. സവാളയൊക്കെ നല്ല ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണേ. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മസാല പേസ്റ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ല പോലെ ഈ മസാലയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില, ഒരു 4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. 2ാം പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 3-4 കഷ്ണം തക്കാളി അരിഞ്ഞതും ബാക്കിയുള്ള ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പുളി അനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ എമൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അവസാനമായിട്ട് നമുക്കിതിനകത്തേക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാൽ, അതായത് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് നമ്മുടെ പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 2 പേർക്ക് കഴിക്കാനുള്ള ഒരു അളവാണ് കേട്ടോ ഇത്. മുട്ട ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കറി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുകയാണ്. നിങ്ങൾക്ക് ഉള്ളി ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ളിയും കൂടി ചേർക്കാം കേട്ടോ, ഈ കടുക് പൊട്ടിക്കുന്ന ടൈമിൽ തന്നെ. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഈ എണ്ണയൊക്കെ ഇടുന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. ഇത് നമുക്കിനി നമ്മുടെ കറിയിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അവസാനമായിട്ട് ഇതിലേക്ക് നമുക്കിനി കുറച്ച് കുരുമുളക് പൊടിയും ഒരു 2 നുള്ളു ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം, ചപ്പാത്തി, നൂലപ്പം, പൊറോട്ട അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു അടിപൊളി മുട്ടക്കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.